ഹലോ എവ്രി വൺ. CUT PG ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CUT PG 2024 കെമിസ്ട്രി പേപ്പർ ആണ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് ആദ്യത്തെ സെഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്പീഷീസ് ഹാസ് ദി ഹയസ്റ്റ് ഇലക്ട്രോൺ അഫിനിറ്റി? ഈ 4 സ്പീഷീസ് കെമിക്കൽ സ്പീഷീസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് സ്പീഷീസിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ അഫിനിറ്റി ഉണ്ടാവുക? അതായത് ഒരു ഇലക്ട്രോണിനെയും കൂടെ അതിന്റെ വാലൻസ് ഷെല്ലിലേക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ താല്പര്യം ഈ തന്ന 4 സ്പീഷീസിൽ ഏതിനായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം ഫസ്റ്റ് ഓപ്ഷൻ തന്നിട്ട് F- ആണ്. അപ്പൊ നമുക്കറിയാം ഫ്ലൂറിന്റെ വാലൻസി എന്ന് പറയുന്നത് -1 ആണ്. അതായത് ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്താൽ അതിന്റെ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആവും, അത് സ്റ്റേബിൾ ആവും. അതേപോലെ തന്നെ ക്ലോറിനും വാലൻസി -1 ആണെന്നാണ് നമ്മൾ പഠിച്ചത്. ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്താൽ അതിന്റെ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആവും. ഒരു ഇലക്ട്രോണിനും കൂടെ രണ്ടാമതൊരു ഇലക്ട്രോണും കൂടെ ആക്സെപ്റ്റ് ചെയ്യാൻ അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം വേറൊരു ഷെല്ലില് വേറൊരു എൻ വാല്യൂ വേറെയുള്ള ഒരു ഷെല്ലിലേക്ക് അതിന് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആ ഫ്ലൂറിനും ക്ലോറിനും ആയിരിക്കില്ല. പിന്നെ സോഡിയം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എസ് ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് എസ് ബ്ലോക്കിൽ. അവിടുത്തെ സോഡിയത്തിന്റെ വാലൻസി എന്ന് പറയുന്നത് +1 ആണ്. അതായത് ഒരു ഇലക്ട്രോൺ പുറത്ത് കളഞ്ഞിട്ട് അതിന് വാലൻസി നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ കിട്ടും. അപ്പൊ അതും ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആവും ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട്. അപ്പം സോഡിയത്തിനും ഒരു ഇലക്ട്രോണിനും കൂടെ ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ തേർഡ് ഓപ്ഷൻ നോക്കുകയാണ്. നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുണ്ട് ഓക്സിജൻ വാലൻസി എന്ന് പറയുന്നത് -2 ആണ്. അതായത് അതിന് 2 ഇലക്ട്രോണിനെ അതിന്റെ വാലൻസ് ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാം. അപ്പോൾ അത് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ ആവും, ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആവും, സ്റ്റേബിൾ ആവും. അപ്പൊ ഈ തന്ന 4 ഓപ്ഷനിൽ നമുക്ക് ഈസി ആയിട്ട് കാണാം O- ഈ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതൽ ഉണ്ടാവുക. കാരണം അതിന് ഒരു ഇലക്ട്രോണും കൂടെ ആക്സെപ്റ്റ് ചെയ്താൽ അതിന്റെ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആവും. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് തേർഡ് ഓപ്ഷൻ ആയിട്ടുള്ള O- ആയിരിക്കും. സോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഫ്ലൂറിൻ ആൻഡ് ക്ലോറിൻ ഇസ് -1. നമുക്കറിയാം ഓക്സിജന്റേത് -2 ആണ്, സോഡിയത്തിൻ്റെത് +1 ആണ്. ഓക്സിജൻ ക്യാൻ ആക്സെപ്റ്റ് 1 more ഇലക്ട്രോൺ ടു ഫുൾഫിൽ ഇറ്റ്സ് വാലൻസി. സോ among these സ്പീഷീസ്, ഇതിൽ തന്ന സ്പീഷീസിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ അഫിനിറ്റി ഉണ്ടാവുക O-ആയിരിക്കും. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് തേർഡ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് മൊളാരിറ്റി ഓഫ് 25 gram ഓഫ് ഈച്ച്. അപ്പൊ നമുക്ക് കുറച്ച് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. എന്തിന്റെ ഓർഡറിൽ? മൊളാരിറ്റിന്റെ ഓർഡറിൽ. അതായത് ഗിവൺ മാസ് എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും 25 gram ആണ്. 25 gram ആണ്. 25 gram എല്ലാ സ്പീഷീസും തന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഈ ഓരോ സ്പീഷീസിന്റെയും മൊളാരിറ്റി അനുസരിച്ച് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം മൊളാരിറ്റിന്റെ ഇക്വേഷൻ M is equal to N/V എന്നാണ് നമ്മൾ പഠിച്ചത്. അതായത് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ. ഇവിടെ നമുക്ക് 1 2 3 5 കെമിക്കൽ കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ചോദിച്ചത് ഇതിന്റെ മൊളാരിറ്റി വെച്ച് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം വോളിയം ഈക്വൽ ആയിരിക്കും, മൊളാരിറ്റിന്റെ ഓർഡറിൽ വെക്കണം, ഗിവൺ മാസും ഈക്വൽ ആണ്. ഗിവൺ മാസ് എന്ന് പറയുന്നത് 25 ആണ്. നമ്പർ ഓഫ് മോൾസ് ഗിവൺ മാസ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് N ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് ഏത് കോമ്പൗണ്ടിന്റെ ആണോ നമ്പർ ഓഫ് മോൾസ് കൂടുതൽ ഉണ്ടാവുക അതിന്റെ മൊളാരിറ്റി കൂടുതലായിരിക്കും. പക്ഷെ നമുക്ക് തന്ന ഗിവൺ മാസ് എല്ലാത്തിന്റെയും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഓരോന്നിന്റെയും മോളാർ മാസ് കണ്ടുപിടിക്കണം. കാരണം നമുക്ക് ഗിവൺ മാസ് സെയിം ആണ് തന്നത്, വോളിയം ഓഫ് ദി സൊല്യൂഷൻ സെയിം ആണ് തന്നത്. ഇവിടെ ഒരേ ഒരു പാരാമീറ്റർ ചേഞ്ച് ഉള്ളൂ, അതായത് ഓരോ കോമ്പൗണ്ടിന്റെയും മോളാർ മാസ്. അപ്പോൾ ഫസ്റ്റ് NaOH സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ മോളാർ മാസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. സോഡിയം 23 പ്ലസ് ഓക്സിജൻ 16 പ്ലസ് 1 40 gram ആണ് നമുക്ക് കിട്ടുന്ന മോളാർ മാസ് ഓഫ് NaOH. പിന്നെ സെക്കൻഡ് B ലിഥിയം ഹൈഡ്രോക്സൈഡ് LiOHന്റെ മോളാർ മാസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. 7 ലിഥിയത്തിന്റെ മാസ് പ്ലസ് 16 പ്ലസ് 1. പിന്നെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 39 ആണ്. അപ്പൊ 39 പ്ലസ് 16 പ്ലസ് 1 56 gram. പിന്നെ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് 27 പ്ലസ് 3 × 17, അതായത് 3 ഹൈഡ്രോക്സൈഡ് ഉണ്ട്. അപ്പൊ 3 × 17 കൊടുത്താൽ നമുക്ക് മോളാർ മാസ് കിട്ടുക 78 gram ആയിരിക്കും. പിന്നെ ബോറോൺ ഹൈഡ്രോക്സൈഡ്
ബി OH thrice. അപ്പൊ ബോറോണിന്റെ അറ്റോമിക് മാസ് 11 ആണ്. പിന്നെ 17 into 3. അപ്പൊ നമുക്ക് മോളാർ മാസ് കിട്ടുക 62 ആണ്. അങ്ങനെ ഓരോന്നിനെയും മോളാർ മാസ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കണം. പിന്നെ നമ്മൾ ഇതിന്റെ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യണം. അത് സിമ്പിൾ ആണ്, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഏതിന്റെ മോളാർ മാസ് ആണോ കൂടുതൽ ഉണ്ടാവുക അതിന്റെ നമ്പർ ഓഫ് മോൾസ് കുറവായിരിക്കും. അതായത് കൂടുതൽ എമൗണ്ട് ഉണ്ടെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് മോൾസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം molarity is always inversely proportional to molecular mass. So നമുക്ക് ഈ ഓർഡർ ആയിരിക്കും കിട്ടുക. ഏറ്റവും മോളാർ മാസ് കുറവുള്ളത് ലിഥിയം ഹൈഡ്രോക്സൈഡ് ആണ്, LiOH. അപ്പൊ അതിന്റെ മൊളാരിറ്റി കൂടുതലായിരിക്കും. പിന്നെ 24. അതിനുശേഷം ഏറ്റവും കുറവുള്ളത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്, 40 gram. അപ്പൊ അതിന്റെ മൊളാരിറ്റി ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. പിന്നെ സി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് 56 grams. അതിന്റെ മോളിക്കുലർ മാസ് ആണ് പിന്നെ കൂടുതലുള്ളത്. അപ്പം അപ്പൊ അതായിരിക്കും തേർഡ് ഉണ്ടാവുക. അപ്പൊ ഏറ്റവും കൂടുതൽ മോളാർ മാസ് ഉള്ളത് അലൂമിനിയം ഹൈഡ്രോക്സൈഡിനാണ്, 78 gram. അതിന്റെ മൊളാരിറ്റി ആയിരിക്കും ഏറ്റവും കുറവുണ്ടാവുക. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ഡി (C)(A)(D) ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, അയോഡോഫോം റിയാക്ഷൻസ് ഈസ് ഗിവൺ ബൈ. നമുക്കറിയാം അയോഡോഫോം റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ഓഫ് റിയാക്ഷൻ ആണ് കാർബോണിൽ കോമ്പൗണ്ട്സിൽ വരുമ്പോൾ. അവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, ഒരു CH3 ഗ്രൂപ്പ് ഫ്രീ ആയിട്ട് കാർബണിൽ ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ ഓക്സിജനിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു അയോഡോഫോം റിയാക്ഷൻ തരും. അവിടെ നമ്മൾ റിയേജന്റ് ഒക്കെ നോക്കണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ഏതൊക്കെ ഓപ്ഷൻസ് അയോഡോഫോം റിയാക്ഷൻ തരും? സോ ഫസ്റ്റ്, ഓൾ മീഥൈൽ കീറ്റോൺസ് വിത്ത് CH3CO ഗ്രൂപ്പ്. CH3CO ഗ്രൂപ്പുള്ള മീഥൈൽ കീറ്റോൺസ് അയോഡോഫോം റിയാക്ഷൻ തരുമോ? പിന്നെ സെക്കൻഡ്, അസെറ്റാൽഡിഹൈഡ്. തേർഡ്, സി ഓപ്ഷൻ, ഓൾ സെക്കൻഡറി ആൽക്കഹോൾസ് വിത്ത് CH3CHOH ഗ്രൂപ്പ്. പിന്നെ ഓൾ പ്രൈമറി ആൽക്കഹോൾ. നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനിൽ ഏതൊക്കെ കോമ്പൗണ്ട്സ് ആണ് അയോഡോഫോം റിയാക്ഷൻ തരിക? നമ്മൾ അയോഡോഫോം റിയാക്ഷൻ വെക്കുമ്പോൾ അവിടെ ഒരു precipitate ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കണം അവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ടാവണം. CH3 ഗ്രൂപ്പ് കാർബണിലേക്കോ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു അയോഡോഫോം റിയാക്ഷൻ തരുള്ളൂ. അപ്പം നമുക്ക് തന്നിട്ടുള്ള 4 ഓപ്ഷനിൽ ഏതൊക്കെ കോമ്പൗണ്ടിന് 3 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ആ കോമ്പൗണ്ട്സ് മാത്രമേ നമുക്ക് അയോഡോഫോമിൽ ഒരു precipitate തരുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ ഓരോ ഓപ്ഷന്റെയും സ്ട്രക്ചർ ഒന്ന് അനലൈസ് ചെയ്യുക. ഫസ്റ്റ്, മീഥൈൽ കീറ്റോൺസ് എന്ന് പറയുന്നത് RCOCH3 ആണ്. അപ്പൊ RCOCH3 എന്ന് പറയുന്ന ഗ്രൂപ്പ്, അവിടെ നമുക്ക് കാണാം ഒരു CH3 ഗ്രൂപ്പ് കാർബണിലേക്ക് CO കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ അയോഡോഫോം റിയാക്ഷന്റെ റിയേജന്റ് എന്ന് പറയുന്നത് I2NaOH ആണ്. ഒരു ബേസും പിന്നെ അയഡിൻ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാം ഫൈനൽ പ്രോഡക്റ്റ് അയോഡോഫോം പ്രോഡക്റ്റ് ആണ് CH3. അതാണ് precipitate ആയിട്ട് ഫോം ചെയ്യുന്നത്. അതാണ് കൺഫേം ചെയ്യുന്നത് ഒരു CH3 ഗ്രൂപ്പ് കാർബണിൽ ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പൊ നമുക്ക് ഇവിടെ കാണാം ഓൾ മീഥൈൽ കീറ്റോൺസ് വിത്ത് CH3CO ഗ്രൂപ്പ് വിൽ ഗിവ് അയോഡോഫോം റിയാക്ഷൻ. നമ്മുടെ സെക്കൻഡ് എന്ന് പറയുന്നത് അസെറ്റാൽഡിഹൈഡ് ആണ്. ഇതാ ഒരു അസെറ്റാൽഡിഹൈഡിന്റെ സ്ട്രക്ചർ ആണ് ഇത്, CH3CHO. അവിടെയും നമുക്ക് കാണാം ഒരു CH3 ഗ്രൂപ്പ് കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെയും ഒരു precipitate ഫോം ചെയ്യും. നമ്മൾ അയോഡോഫോം റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു യെല്ലോ precipitate നമുക്ക് കിട്ടും. അപ്പൊ അസെറ്റാൽഡിഹൈഡും നമുക്ക് അയോഡോഫോം റിയാക്ഷൻ തരും. പിന്നെ സി, all secondary alcohols with CH3CHOH ഗ്രൂപ്പ്. ഒരു സെക്കൻഡറി ആൽക്കഹോൾ എന്ന് പറയുന്നത് നമുക്ക് രണ്ടാമത്തെ റിയാക്ഷൻ നോക്കാം, RCHOHCH3. അവിടെയും നമുക്ക് കാണാം ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. ആ CH3 ഗ്രൂപ്പും നമുക്ക് അയോഡോഫോം റിയാക്ഷൻ തരും. പക്ഷേ എല്ലാ പ്രൈമറി ആൽക്കഹോൾസും നമുക്ക് ഒരിക്കലും അയോഡോഫോം റിയാക്ഷൻ തരില്ല. കാരണം പ്രൈമറി ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ CH3CH2OH അങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു ഡയറക്റ്റ്ലി ഒരു CH3 ഗ്രൂപ്പ് ആ CC ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ കൂടുതൽ എനർജി കൊടുക്കണം. അപ്പോൾ എല്ലാ പ്രൈമറി ആൽക്കഹോൾസും നമുക്ക് ഒരിക്കലും അയോഡോഫോം റിയാക്ഷൻ തരില്ല. അപ്പൊ നമ്മുടെ കറക്റ്റ് ഏതൊക്കെ കോമ്പൗണ്ട് ആണ് തരിക? മീഥൈൽ കീറ്റോൺസ് വിത്ത് CH3CHO ഗ്രൂപ്പ്സ് തരും, അസെറ്റാൽഡിഹൈഡ് തരും, സെക്കൻഡറി ആൽക്കഹോൾസ് വിത്ത് CH3CHOH ഗ്രൂപ്പ് തരും. അപ്പൊ ഈ 3 ആണ് നമുക്ക് അയോഡോഫോം റിയാക്ഷനിൽ പോസിറ്റീവ് റിസൾട്ട് തരിക. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് A, B, C ഓൺലി ആയിരിക്കും. ഡി
തരില്ല. അതായത് എല്ലാ പ്രൈമറി ആൽക്കഹോൾസും നമുക്ക് ഐഡോഫോം റിയാക്ഷനിൽ ഒരു പ്രസിപ്പിറ്റേറ്റ്, ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് തരത്തില്ല. അപ്പൊ നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ എ, ബി ആൻഡ് സി ഓൺലി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? അപ്പൊ നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. വിസ്കോസിറ്റി ഓഫ് എഥനോൾ ഈസ് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ഗ്ലൈക്കോൾ. Viscosity of liquid increases with increase of pressure. പിന്നെ the variation of viscosity of liquids with the temperature is given by eta is equal to a e raised to minus e by rt. And fourth, the volume of the liquid flowing in time t through a pipe is given by Poiseuille's equation. അപ്പൊ നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഈ 4 സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തത് എന്നാണ് ചോദ്യം. അപ്പോൾ എത്തനോളും ഗ്ലൈക്കോളും, എത്തനോൾ എന്ന് പറയുന്നത് CH3 CH2 OH ആണ്. അവിടെ ഒരു OH ഗ്രൂപ്പേ ഉണ്ടാവുള്ളൂ. ഗ്ലൈക്കോൾ എന്ന് പറയുമ്പോൾ അവിടെ 2 OH ഗ്രൂപ്പ് ഉണ്ടാവും. അതായത് CH2 OH CH2 OH ആണ് അവിടുത്തെ മോളിക്കുലർ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം, OH ഗ്രൂപ്പിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഒരു കോമ്പൗണ്ടിന്റെ വിസ്കോസിറ്റി കൂടും. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. എത്തനോളിനെ ആയിരിക്കും, ഗ്ലൈക്കോളിനെ ആയിരിക്കും എത്തനോളിനെക്കാട്ടും കൂടുതൽ വിസ്കോസിറ്റി ഉണ്ടാവും. അതായത് വിസ്കോസിറ്റി ഓഫ് എത്തനോൾ ഈസ് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ഗ്ലൈക്കോൾ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. പിന്നെ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്സ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ. അപ്പൊ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഇൻക്രീസ് ചെയ്യും പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ. അതേപോലെ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വിസ്കോസിറ്റി കുറയും, പക്ഷെ നമ്മൾ പ്രഷർ കൂട്ടുമ്പോൾ വിസ്കോസിറ്റി കൂടും. പ്രഷറും വിസ്കോസിറ്റിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ടെമ്പറേച്ചറും വിസ്കോസിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഓൾസോ ട്രൂ ആണ്. പിന്നെ തേർഡ് സ്റ്റേറ്റ്മെന്റ്, ദി വേരിയേഷൻ ഓഫ് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് വിത്ത് ടെമ്പറേച്ചർ ഈസ് ഗിവൺ ബൈ eta equal to a e raised to minus e by rt. ആ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. അവിടെ ആ ഇക്വേഷൻ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് eta ഈസ് ഈക്വൽ ടു a e raised to പ്ലസ് ഇ ബൈ ആർ ടി ആണ്. അവിടെ ഒരു നെഗറ്റീവ് സൈനിന്റെ ആവശ്യമില്ല. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. പിന്നെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കുകയാണ്, ദി വോളിയം ഓഫ് ദി ലിക്വിഡ് ഫ്ലോയിങ് ഇൻ ടൈം ടി ത്രൂ എ പൈപ്പ് ഈസ് ഗിവൺ ബൈ പോയ്സലി ഇക്വേഷൻ. അത് ശരിയാണ്. പോയ്സലി ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഒരു ടൈമില് ഒരു വിഡ്ത്തുള്ള ഒരു പൈപ്പ് കൂടെ എത്ര വോളിയം ലിക്വിഡ് പാസ് ചെയ്യുന്നുണ്ട് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് പോയ്സലി ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് ഇസ് വേരിയേഷൻ ഓഫ് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് വിത്ത് ടെമ്പറേച്ചർ ഇസ് ഗിവൺ ബൈ eta is equal to a e raised to minus e by rt എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് അവിടുത്തെ റോങ്. നമ്മളോട് ചോദിച്ചത് നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തേർഡ് വൺ ആയിരിക്കും. സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, arrange the following carbonyl compound in the decreasing order of their reactivity towards nucleophilic addition reaction. nucleophilic addition reaction എന്ന് പറയുന്നത് ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ലവിങ് ആയിരിക്കും. അപ്പൊ അവിടെ നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവാം. മനസ്സിലാക്കാം, ന്യൂക്ലിയോഫൈൽ ആണ്. അപ്പൊ അവിടെ നെഗറ്റീവ് ചാർജ് ആണ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയാൽ എല്ലാം കാർബണിൽ കോമ്പൗണ്ട്സ് ആണ്. ഒന്നുകിൽ കീറ്റോൺ അല്ലെങ്കിൽ ആൽഡിഹൈഡ്, C ഡബിൾ ബോണ്ട് O എന്ന് പറയുന്ന ഗ്രൂപ്പുള്ള കോമ്പൗണ്ട്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക, ന്യൂക്ലിയോഫിലിക് റിയാക്ഷനിൽ കീറ്റോൺസിനെക്കാട്ടും കൂടുതൽ റിയാക്റ്റീവ് ഓൾവേസ് ആൽഡിഹൈഡ് ആയിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ കീറ്റോണില് 2 ആൽക്കൈൽ ഗ്രൂപ്പ് ആ കാർബണിൽ ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ കൂടുതൽ പ്ലസ് ആയി എഫക്റ്റ് ആ കാർബണിന് കിട്ടും. അപ്പൊ ആ ഓക്സിജന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രോൺ അവിടേക്ക് ഉണ്ടാവും. അപ്പൊ കാർബണിലേക്ക് ന്യൂക്ലിയോഫൈലിനെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓൾവേസ് മനസ്സിലാക്കുക, ആൽഡിഹൈഡ് ആയിരിക്കും ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻ കൂടുതൽ തരിക കീറ്റോൺസിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള 4 ഓപ്ഷൻസ് CH3CHO അസെറ്റാൽഡിഹൈഡ്, പിന്നെ HCHO ഫോർമാൽഡിഹൈഡ്, പിന്നെ Cl3CCHO, പിന്നെ CH3CO CH2 CH3. അപ്പൊ ഫോർത്ത് D എന്ന് പറയുന്നത് ഒരു കീറ്റോൺ ആണ്. ബാക്കി 3 എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ആയിരിക്കും. അപ്പൊ D ആയിരിക്കും ഏറ്റവും കുറവ് റിയാക്ടിവിറ്റി ഉണ്ടാവുക. അത് മനസ്സിലാക്കുക, കാരണം അതൊരു കീറ്റോൺ ആണ്. ബാക്കി 3ഉം ആൽഡിഹൈഡ് ആണ്. ഇനി ഈ 3ല് നമ്മൾ ഏതാണ് ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് എന്ന് കണ്ടുപിടിക്കണം. സോ
ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ന്യൂക്ലിയോഫൈൽ വരും, അത് ന്യൂക്ലിയസ് ലവിങ് ആയിരിക്കും, അതായത് അതിനൊരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അത് കാർബണിയാണ് അറ്റാക്ക് ചെയ്യുക. കാരണം CO എന്ന് പറയുന്ന ഈ CO ഡബിൾ ബോണ്ടിൽ ഈ ഇലക്ട്രോൺസ് ഓക്സിജനിലേക്ക് പോവും. അപ്പൊ കാർബണിന് ഒരു പോസിറ്റീവ് ചാർജ് വരും. ആ പോസിറ്റീവ് ചാർജ് ആണ് ഈ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഓപ്ഷൻ നോക്കാം. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, D ഏറ്റവും കുറവായിരിക്കും റിയാക്ടിവിറ്റി, കാരണം അതൊരു കീറ്റോൺ ആണ്. പിന്നെ നമ്മൾ 3 ഓപ്ഷൻ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം CH3 ഗ്രൂപ്പ് ഒരു +I ഗ്രൂപ്പ് ആണ്, അതായത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. പിന്നെ H എന്ന് പറയുന്ന ഒരു ന്യൂട്രൽ ക്യാരക്ടർ ആണ്, അതായത് അത് ഇലക്ട്രോൺ കൊടുക്കൂല വാങ്ങൂല. പിന്നെ Cl3 അതായത് ക്ലോറിൻ ക്ലോറിൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റിംഗ് ഗ്രൂപ്പ് ആണ്, അതായത് -I ആണ്. സോ ആൽഡിഹൈഡ് ഷോ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഈ ക്ലോറിൻ ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ കാർബണിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ ആ കാർബണിന് പെട്ടെന്ന് പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് C ആയിരിക്കും, കാരണം 3 ക്ലോറിൻ ഗ്രൂപ്പാണ് 3 Cl ഗ്രൂപ്പാണ് ആ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതായിരിക്കും ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ്. പിന്നെ റിയാക്റ്റീവ് ഫോർമാൽഡിഹൈഡ് ആയിരിക്കും, കാരണം Hന് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എബിലിറ്റിയും ഇല്ല, ഇലക്ട്രോൺ ആക്സെപ്റ്റിംഗ് എബിലിറ്റിയും ഇല്ല. അപ്പോൾ അവിടെ ഒരു ന്യൂട്രൽ കേസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ CH3 CHOന്റെ കേസിൽ CH3 എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. അത് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നതനുസരിച്ച് ആ കാർബണിലുള്ള മൈനസ് ചാർജ് കൂടും. അപ്പൊ പെട്ടെന്ന് ഒരു ന്യൂക്ലിയോഫൈലിനെ പോയി ആ കാർബണിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിൽ ഏറ്റവും കുറവ് റിയാക്ടിവിറ്റി ഉള്ളത് അസെറ്റാൽഡിഹൈഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഓർഡർ ഇങ്ങനെയാണ് വരിക: C ഗ്രേറ്റർ ദാൻ B ഗ്രേറ്റർ ദാൻ A ഗ്രേറ്റർ ദാൻ D. D ഏറ്റവും കുറവ്, പിന്നെ A, പിന്നെ B, പിന്നെ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉണ്ടാവുക C ഗ്രേറ്റർ ദാൻ B ഗ്രേറ്റർ ദാൻ A ഗ്രേറ്റർ ദാൻ D. അതായത് ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി D, ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി C, ബിക്കോസ് ക്ലോറിൻ ഗ്രൂപ്പ് ഈസ് ഇലക്ട്രോൺ വിഡ്രോയിങ്. പിന്നെ B അതായത് ഫോർമാൽഡിഹൈഡ്. പിന്നെ A കാരണം CH3 ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. പിന്നെ D അതൊരു കീറ്റോൺ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് പലേഡിയം ഇൻ PD? പലേഡിയം OAC ട്വൈസ്, അതായത് അസെറ്റേറ്റ് അയോൺ ആണ് OAC ട്വൈസ് എന്ന് പറയുന്നത്. ഈ ഒരു കോംപ്ലക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ കോംപ്ലക്സിന്റെ ടോട്ടൽ ചാർജ്, ഇതൊരു ന്യൂട്രൽ കോംപ്ലക്സ് ആണ്, അതിന്റെ കോംപ്ലക്സിന് ഒരു ചാർജും ഇല്ല. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ കോംപ്ലക്സിൽ പലേഡിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും എന്നാണ്. സോ നമ്മളിത് ആദ്യം നോക്കാം. ഈ OAC മൈനസ് അസെറ്റേറ്റ് അയോണിന്റെ ചാർജ് എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒബ്സർവ് ചെയ്യാം. ഓവറോൾ ആ കോംപ്ലക്സ് ന്യൂട്രൽ ആണ്, അതായത് അതിനൊരു ചാർജും അതൊരു ചാർജും ക്യാരി ചെയ്യുന്നില്ല. അപ്പോൾ അസെറ്റേറ്റ് അയോണിന്റെ ചാർജ്, ഗ്രൂപ്പ് ചാർജ് എന്ന് പറയുന്നത് -1 ആണ്. സോ നമ്മൾ ഇവിടെ ചെയ്തു നോക്കാം X, അതായത് നമ്മൾ പലേഡിയത്തിന്റെ ചാർജ് X ആയിട്ട് എടുക്കുകയാണ്. സോ X പ്ലസ് മൈനസ്, ഇവിടെ പ്ലസ് ആണ് വരിക, X പ്ലസ് -1 × 2, അതായത് 2 അസെറ്റേറ്റ് അയോൺസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഒന്നിന്റെ ചാർജ് -1 ആണ്. അപ്പൊ 2 എന്നുള്ളതുകൊണ്ട് -1 × 2 ചെയ്യണം. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, X പ്ലസ് ആണ് വരിക, X മൈനസ് അല്ല. സോ X പ്ലസ് -2 is equal to 0. അങ്ങനെയാണ് ടോട്ടൽ ചാർജ് വരിക. ഈ 0 വരുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ആ ഓവറോൾ കോംപ്ലക്സിന്റെ ചാർജ് 0 ആണ്, അതൊരു ന്യൂട്രൽ കോംപ്ലക്സ് ആണ്, അതൊരു ചാർജും ക്യാരി ചെയ്യുന്നില്ല. സോ X -2 is equal to 0. അപ്പോൾ X is equal to +2. നമുക്ക് ഈസി ആയിട്ട് ഇവിടെ പലേഡിയത്തിന്റെ ചാർജ് കിട്ടും, ദാറ്റ് ഈസ് +2. അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ഐഡന്റിഫൈ ദ പ്രൊഡക്റ്റ് A ഇൻ ദ ഫോളോയിങ് കെമിക്കൽ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, നമുക്ക് ഒരു OH ഒരു സൈക്ലോപെന്റേൻ തന്നിട്ടുണ്ട്. അതിൽ ഒരു OH അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, CH2 NH2 ഗ്രൂപ്പും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാണ്. നമ്മളോട് ചോദിക്കുന്ന ഈ റിയാക്ഷന്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും എന്നാണ്. ഇവിടെ ഒരു റിംഗ് എക്സ്റ്റൻഷൻ റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കാണാം CH3 ഇവിടെ C6H5OH CH2 NH2 ഇതാണ് കോമ്പൗണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ OH ഈ നൈട്രസ് ആസിഡ്
വന്ന് റിയാക്ട് ചെയ്യുക ഈ CH2-ലായിരിക്കും. അപ്പൊ CH2-ന് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും. ഈ നൈട്രജൻ ഇവിടുന്ന് എസ്കേപ്പ് ആയി പോവും. അപ്പോൾ ഈ CH2 എന്ന് പറയുന്നത് അവിടെ റിംഗ് എക്സ്റ്റൻഷന് വേണ്ടി മറ്റേ കാർബണിൽ പോയി അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ റിംഗ് ഓപ്പണിംഗ് നടക്കും. റിംഗ് ഓപ്പണിംഗ് നടക്കുമ്പോൾ അതൊരു 6 മെമ്പേർഡ് റിംഗ് ആയിട്ട് ഫോം ചെയ്യും. പിന്നെ ഈ ഓക്സിജൻ OH-ലുള്ള ഓക്സിജൻ ഈ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഓക്സിജൻ ആ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു C ഡബിൾ ബോണ്ട് ഫോം ചെയ്യും, കാർബൺ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുക ഇതാണ് ആൻസർ. ഒരു സൈക്ലോ ഹെക്സനോൺ ആണ് നമുക്ക് എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാവുക. കാരണം അവിടെ ഒരു പോസിറ്റീവ് അയോൺ ജനറേറ്റ് ചെയ്യും, അത് റിംഗിൽ പോയി അറ്റാക്ക് ചെയ്യും. അപ്പൊ റിംഗ് എക്സ്റ്റൻഷൻ നടക്കും. റിംഗ് എക്സ്റ്റൻഷൻ ലേറ്റർ ആ OH അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ കാർബണിലേക്ക് OH അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ഓക്സിജനിൽ നിന്ന് ആ ഡബിൾ ബോണ്ട് ഈ കാർബണിലേക്ക് അറ്റാക്ക് ചെയ്യും. അപ്പൊ അവിടെ ഒരു കീറ്റോൺ ഫോർമേഷൻ നടക്കും. അപ്പൊ നമുക്ക് എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക സൈക്ലോ ഹെക്സനോൺ ആണ്. അതൊരു റിംഗ് എക്സ്റ്റൻഷൻ റിയാക്ഷൻ ആയിരിക്കും. അതായത് പെന്റെയിൽ നിന്ന് അത് ഹെക്സെയിൻ ആയിട്ട് മാറും. അപ്പൊ സെക്കൻഡ് ആണ് നമുക്ക് നമ്മുടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി കറക്റ്റ് ഓർഡർ ഓഫ് ഡിക്രീസിംഗ് അയോണിക് റേഡിയൈ among ദി ഫോളോയിങ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. അപ്പൊ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇലക്ട്രോൺസിന്റെ എണ്ണം ഈക്വൽ ആയിരിക്കും എല്ലാ സ്പീഷീസും. ഇവിടെ പറഞ്ഞിട്ടുള്ളത് 4 സ്പീഷീസും ഐസോ ഇലക്ട്രോണിക് ആണ് എന്നാണ്. അതിന്റെ ഇലക്ട്രോൺസിന്റെ എണ്ണം ഒരേപോലെയാണ് എന്നാണ്. നമുക്കറിയാം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൽ അപ്പൊ ഇലക്ട്രോൺസ് സെയിം ആണ്, പക്ഷെ ന്യൂക്ലിയർ ചാർജ് ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഡിഫറെന്റ് ആറ്റംസ് ആണ്. അപ്പോൾ ഇലക്ട്രോൺസ് ആക്സെപ്റ്റ് ചെയ്യുന്നതും ഡൊണേറ്റ് ചെയ്യുന്നതും അനുസരിച്ച് ഇലക്ട്രോൺസിന്റെ എണ്ണം ചേഞ്ച് ആവും. പക്ഷെ ന്യൂക്ലിയസിന്റെ ചാർജ് ഒരിക്കലും ചേഞ്ച് ആവില്ല. അപ്പോൾ ന്യൂക്ലിയസിൽ ഏറ്റവും കൂടുതൽ ചാർജ് ഉണ്ടെങ്കിൽ അത് ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യും, അതായത് ഷ്രിങ്ക് ചെയ്യും ന്യൂക്ലിയസ്. അപ്പൊ അതിന്റെ സൈസ് കുറയും. ന്യൂക്ലിയസിലെ ചാർജ് കുറവാണെങ്കിൽ, അത് പോസിറ്റീവ് ചാർജ് കുറവാണെങ്കിൽ ആ ന്യൂക്ലിയസിന് ആ ഇലക്ട്രോൺസിന് നന്നായിട്ട് ഷ്രിങ്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ആറ്റത്തിന്റെ സൈസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം K+ അയോണ്, Ca2+ അയോണ്, കാൽഷ്യം 2+ അയോൺ, പിന്നെ Cl- S2-. അപ്പോൾ പൊട്ടാസ്യം അയോണ്, കാൽഷ്യം അയോണ്, പിന്നെ ക്ലോറൈഡ് അയോണ്, സൾഫൈഡ് അയോണാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ ഏതിനായിരിക്കും സൈസിന്റെ ഡിക്രീസിങ് ഓർഡർ, അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് അറേഞ്ച് ചെയ്യാനാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൽ പോസിറ്റീവ് ചാർജ് കൂടുമ്പോൾ അതിന്റെ സൈസ്, അയോൺസിന്റെ സൈസ് കുറയും. നെഗറ്റീവ് ചാർജ് കൂടുമ്പോൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൽ നെഗറ്റീവ് ചാർജ് കൂടുമ്പോൾ ആ അയോണിന്റെ സൈസ് കൂടും. അപ്പൊ നമുക്ക് ഇവിടെ കാണാം സൾഫൈഡ് അയോണിന് 2 നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ സൈസ് ഉണ്ടാവുക. S2- ആണ് ഏറ്റവും കൂടുതൽ സൈസ് ഉണ്ടാവുക. പിന്നെ Cl- അതിന് 1 നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ അതിനായിരിക്കും നെക്സ്റ്റ് സൈസ് ഉണ്ടാവുക. പിന്നെ Ca2+, Ca2+ന് 2 പോസിറ്റീവ് ചാർജ് ആണുള്ളത്. അപ്പൊ അതിന് ഏറ്റവും സൈസ് കുറവായിരിക്കും. പിന്നെ പൊട്ടാസ്യം അയോൺ K+, അതിന് സൈസ് കുറവായിരിക്കും. പക്ഷെ കമ്പയർ ടു Ca2+, അതിന്റെ സൈസ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പൊ നമ്മുടെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഡിക്രീസിങ് ഓർഡർ ആണ്, അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാനാണ്. അപ്പൊ D > C > A > B ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരിക. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. 4th ഓപ്ഷൻ ആണ് D > C > A > B വരുന്നത്. അപ്പോൾ 4th ഓപ്ഷൻ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൽ പോസിറ്റീവ് ചാർജ് കൂടുന്നതിനനുസരിച്ച് സൈസ് കുറയും, നെഗറ്റീവ് ചാർജ് കൂടുന്നതിനനുസരിച്ച് സൈസ് കൂടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു അറേഞ്ച് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഇൻ ദി ഓർഡർ ഓഫ് ബേസിസിറ്റി. ബേസിസിറ്റിയുടെ ഓർഡറിൽ ഈ കോമ്പൗണ്ട്സിനെ ഓർഡർ ചെയ്യാൻ വേണ്ടി, ബേസിസിറ്റി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാം എല്ലാ കോമ്പൗണ്ടിനും ഒരു നൈട്രജൻ ആറ്റം ഉണ്ട്. നൈട്രജനിൽ ഉള്ള ലോൺ പെയറിനെ എത്ര പെട്ടെന്ന് ആ നൈട്രജന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂ, അതിനെയാണ് നമ്മൾ ഇവിടെ ബേസിസിറ്റി ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ നൈട്രജനെ എത്ര പെട്ടെന്ന് അതിലുള്ള ലോൺ പെയറിനെ വേറൊരു കോമ്പൗണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ആ ക്യാരക്ടർ ഏറ്റവും കൂടുതലാണെങ്കിൽ അത് ഏറ്റവും ബേസിക് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ കാണാം ഫസ്റ്റ് അനിലിൻ ആണ്, അതായത് ബെൻസീൻ റിംഗിലേക്ക് NH2 അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് C ആണ്, അവിടെ ഒരു നൈട്രോ ഗ്രൂപ്പ് അതിന്റെ നൈട്രജന്റെ അമൈൻ ഗ്രൂപ്പിന്റെ പാരാ പൊസിഷനിലുണ്ട്. പിന്നെ Bയില്
നമുക്ക് കാണാം അമൈൻ ഗ്രൂപ്പിന്റെ പാരാ പൊസിഷനിൽ അനിസോൾ OCH3 ആണുള്ളത്. പിന്നുള്ളത് രണ്ട് ബെൻസീൻ റിങ് കണക്ട് ചെയ്തിട്ടുണ്ട് അമൈൻ ഗ്രൂപ്പിലേക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഈ നൈട്രജന്റെ ലോൺ പെയർ അവൈലബിലിറ്റി കൂടുന്നതിനനുസരിച്ച് ആ കോമ്പൗണ്ടിന്റെ ബേസിക് ക്യാരക്ടറും കൂടും. അപ്പൊ നമുക്കറിയാം OCH3 എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. അതായത് അത് അതിന്റെ കയ്യിലുള്ള ഇലക്ട്രോൺസ് ആ റിങ്ങിലേക്ക് കൊടുക്കും. റിങ്ങിലേക്ക് കൊടുക്കുന്നതിനനുസരിച്ച് ഈ അമിനോ ഗ്രൂപ്പിലുള്ള നൈട്രജൻ കൂടുതൽ ഇലക്ട്രോൺ റിച്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതായിരിക്കും ഏറ്റവും ആ നൈട്രജന് പെട്ടെന്ന് അതിന്റെ കയ്യിലുള്ള ലോൺ പെയർ വേറെ കോമ്പൗണ്ടിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ബി ആണ് ഈ സ്ട്രക്ചേഴ്സിൽ ഏറ്റവും കൂടുതൽ ബേസിക്. ഇനി അടുത്തതെന്ന് പറയാനുള്ളത് അനിലിൻ ആയിരിക്കും. കാരണം അനിലിന് ഒരു ഗ്രൂപ്പും അറ്റാച്ച് ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളത് നൈട്രോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. അതായത് ആ റിങ്ങിലുള്ള ഇലക്ട്രോൺസിനെ അത് തന്നിലേക്ക് അട്രാക്ട് ചെയ്ത് നിർത്തും. അപ്പോൾ ആ നൈട്രജന് പെട്ടെന്ന് ആ ലോൺ പെയറിനെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ബേസിക് ക്യാരക്ടർ കുറവായിരിക്കും. ഇനിയുള്ളത് ഡി ആണ്. ഡിയിൽ നമുക്ക് കാണാം രണ്ട് ബെൻസീൻ ഗ്രൂപ്പാണ് ആ NH2 ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ നൈട്രജനിലുള്ള ലോൺ പെയർ ഈ രണ്ട് റിങ്ങിലേക്കും കോൺജുഗേഷന് വേണ്ടി പോകും. അതായത് റെസൊനൈസ് സ്ട്രക്ചർ ഫോം ചെയ്യും രണ്ട് റിങ്ങിലേക്കും. അപ്പോൾ ആ ഇലക്ട്രോൺസ് അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഏറ്റവും കുറവ് ബേസിസിറ്റി ഡി സ്ട്രക്ചറിനെ ആയിരിക്കും. പിന്നെ സി ഏറ്റവും കുറവ് ഡി, പിന്നെ സി, പിന്നെ എ, പിന്നെ ബി. ഏറ്റവും കൂടുതൽ ബേസിക് ക്യാരക്ടർ ഉള്ളത് ബി ആയിരിക്കും. അതായത് OCH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള അമൈൻ ഗ്രൂപ്പ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ടു അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദി ഓർഡർ ഓഫ് ബേസിസിറ്റി. അപ്പോൾ ഓർഡർ ബേസിക് ക്യാരക്ടറിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടുക ബി ഗ്രേറ്റർ ദാൻ എ ഗ്രേറ്റർ ദാൻ സി ഗ്രേറ്റർ ദാൻ ഡി ആണ്. കാരണം OCH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ബെൻസീൻ ഗ്രൂപ്പ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ബേസിക്. ആ നൈട്രജന്റെ ലോൺ പെയർ അതിനെ പെട്ടെന്ന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബേസിക് ക്യാരക്ടർ കൂടുതലുള്ളത് അനിലിനെ ആയിരിക്കും. കാരണം ഒരു ഗ്രൂപ്പും ബെൻസീൻ റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടില്ല. പിന്നെ സി നൈട്രോ ഗ്രൂപ്പ് ആണ് അറ്റാച്ച് ചെയ്തിട്ട് അത് ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യും. അപ്പൊ പെട്ടെന്ന് നൈട്രജന് ലോൺ പെയർ കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഏറ്റവും കുറവ് എന്ന് പറയുന്നത് രണ്ട് ബെൻസീനും അമൈൻ ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. കാരണം ആ ലോൺ പെയർ രണ്ട് റിങ്ങിലേക്കും റെസൊനേറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ ആ നൈട്രജന്റെ ലോൺ പെയർ ആ സ്ട്രക്ചറിന് പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും കുറവ് ബേസിക് ഉള്ളത് ഡി ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അത്രയേ ഉള്ളൂ. ഈ നമ്മുടെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് സെഷനിൽ കാണാം. താങ്ക് യു.